നമസ്കാരം. ഡാർജിലിംഗ് വെർച്വൽ ടൂറിൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും രണ്ടാമത്തെ ദിവസം തുടങ്ങുന്നത് ടൈഗർ ഹില്ലിൽ നിന്നാണ്. ചുവന്നു തൊടുത്ത ഹിമാലയൻ റേഞ്ചസിൻ്റെ ഇടയിലൂടെ ഉദിച്ചു വരുന്ന ചുവന്ന സൂര്യനെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഡെയിലി ടൈഗർ ഹില്ലിൽ എത്താറുള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം മുന്നേ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് സമയത്ത് അറിയാൻ പറ്റാത്തതിനാൽ എൻ്റെ ടൈഗർ ഹിൽ സ്വപ്നം തകർന്നുപോയി. പക്ഷേ സൺറൈസ് കാണാതെ ഡാർജിലിംഗിൽ നിന്ന് പോവില്ല എന്ന് തീരുമാനിച്ചുറച്ച ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് നേരെ പോയത് മാൾ റോഡിനടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ്. ഇനി എന്നെപ്പോലെ ടൈഗർ ഹിൽ മിസ്സായതുകൊണ്ടാണോ എന്നറിയില്ല, കുറേ പേർ ഓൾറെഡി അവിടെ ആ ഒരു കാഴ്ചയ്ക്കായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്തൊരു അപ്പൂപ്പൻ ഡാർജിലിംഗ് ടീ വിൽക്കുന്നത് കണ്ടത്. അതിരാവിലെ 6-7 ഡിഗ്രി തണുപ്പിൽ ഈ ഒരു മലമുകളിൽ കയ്യിൽ ചായയും മുമ്പിൽ ഹിമാലയത്തിൻ്റെ ബ്യൂട്ടിയും. അതൊരു വേറെ ലോകം തന്നെയായിരുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ പരക്കം പാച്ചിനിടയിൽ നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന പ്രകൃതിയും നമ്മൾ മാത്രമായിട്ടുള്ള ഒരു നിമിഷം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു കാഴ്ച എത്തിപ്പോയി. ടൈഗർ ഹില്ലിൻ്റെ അത്ര ബ്യൂട്ടിയൊന്നും ഇല്ലെങ്കിലും ഞാനും കണ്ടു ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. കൂടെ നമ്മുടെ അർജിത് സിംഗിൻ്റെ കുറച്ച് പാട്ടുകളും കൂടെ ആയപ്പോൾ ആ ദിവസത്തിൻ്റെ തുടക്കം ഭംഗിയായി. അങ്ങനെ സൺറൈസും മാൾ റോഡിലുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് അടുത്ത് പോയത് ഡാർജിലിംഗിൽ വരുന്നവരാരും മിസ് ചെയ്യാത്ത ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ഗ്ലെനറീസ്. നൂറിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റാണിത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഫേമസ്. സാൻഡ്വിച്ച്, ബർഗേഴ്സ്, റോൾസ്, പിസ്സാസ്, കേക്ക്സ് ഇങ്ങനെയുള്ള പല വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർ മാർക്കറ്റ് പറയുകയാണ്, ഇങ്ങനെയുള്ള ഫുഡൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ഒരിക്കലും. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ കണ്ട കുറേ സാധനങ്ങളുടെ പേരുകൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ഡാർജിലിംഗ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഡാർജിലിംഗ് ടീയും പിന്നെ ഡാർജിലിംഗ് ടീ ഗാർഡൻസുമാണ്. ഈ ഗാർഡൻസും മലകളും പിന്നെ ഡാർജിലിംഗിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബ്യൂട്ടിയും ഒറ്റയടിക്ക് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ഡാർജിലിംഗ് റെയിൻഗേറ്റ് വാലി റോപ്പ് വേ.
ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ കാർ എന്നറിയപ്പെടുന്ന ഈ റോപ്പ് വേ സിംഗമാരി എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി തുക്കുവാർ വരെയാണ് പോകുന്നത്. ഏതാണ്ട് 7000 ഫീറ്റ് മുകളിലൂടെ പോകുന്ന ഈ റോപ്പ് വേ 5 കിലോമീറ്റർ ദൂരമുള്ളതാണ്. 260 രൂപയാണ് ഒരാളുടെ റേറ്റ്. ഇത് ഏതാണ്ട് 45 മിനിറ്റോളം സമയമെടുക്കുന്നതാണ്. ഒരു കാറിലെ കപ്പാസിറ്റി 6 പേരാണ്. ഈ മലകൾക്കൊക്കെ ഇടയിലൂടെ ടീ ഗാർഡന് മുകളിലൂടെയുള്ള ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ റോപ്പ് വേ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ എൻഡ് പോയിന്റിൽ ഇറങ്ങി ടീ ഗാർഡനൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നുള്ള റിട്ടേൺ ജേർണി തുടങ്ങിയത്. ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ കാലാവസ്ഥയാണ്. ഏതാണ്ട് മെയ് മുതൽ ഒക്ടോബർ നവംബർ വരെ റെയിൻഫോൾ ഉള്ള ഈ സ്ഥലത്ത് മഴയുള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ കഴിയുന്നതല്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയത്ത് വരികയാണെങ്കിൽ റെയിൻഫോൾ കുറവായിരിക്കും, പക്ഷേ നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ വരുന്നതിന് മുമ്പ് കുറച്ച് വെതർ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷം വരിക. അതുപോലെ സഫീഷ്യൻറ്റ് ടൈം എടുത്തു വരിക. അതായത് മിനിമം ഒരു 3 ദിവസം എങ്കിലും വേണം ഡാർജിലിംഗ് മുഴുവനായിട്ട് കറങ്ങാൻ. ഫുഡ് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും അക്കോമഡേഷൻ റീസണബിൾ റേറ്റിൽ കിട്ടാവുന്നതാണ്. അങ്ങനെ ഈ കേബിൾ കാർ യാത്ര കംപ്ലീറ്റ് ആവുന്നതോടുകൂടി എൻ്റെ ഡാർജിലിംഗ് ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ പുതിയൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ ബൈ.